ഇപ്പൊ എന്തേ വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് എന്റെ ട്രൈപ്പോഡ് എനിക്ക് പണി തന്നു ഗൈസ്. അതായത് ഒരു ദിവസം വീഡിയോ എടുക്കുമ്പോൾ എന്റെ മോനൊന്ന് ചെറുതായിട്ട് ചവിട്ടിയതോട് സ്റ്റാൻഡ് അങ്ങ് പൊട്ടി. പിന്നെ അച്ഛൻ കമ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും വേറെ ദിവസം ഫാനിന്റെ കാറ്റടിച്ചിട്ട് നേരെ താഴെ കൊണ്ട് ഫോൺ വെക്കുന്ന ഭാഗം പൊട്ടി. ഇപ്പൊ തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി നോക്കിയിട്ടൊന്നും കാര്യമില്ല, പുതിയതൊന്ന് വാങ്ങിയേ പറ്റൂ. അങ്ങനെ നേരെ ആമസോണിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഒരുപാട് സംശയമായിരുന്നു ഏത് വാങ്ങണം എന്തൊക്കെ. അങ്ങനെ പിന്നെ റിംഗ് ലൈറ്റോടെ വേണോ എന്നൊക്കെ. അവസാനം എന്റെ ചോയ്സ് എത്തിയത് സെൽഫി എക്സ്പെർട്ടിലേക്കാണ്. ഇത് വരുന്നത് ഒരു ബോക്സിന്റെ ഉള്ളിലാണ്. അതിലൊരു പൗച്ചിന്റെ ഉള്ളിലാണ് നമ്മളെ ക്യൂട്ടായിട്ടാണ് ഇവർ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ എന്താ ഈ ഒരു പൗച്ചിനുള്ളിലാക്കി ഒരു സെറ്റാക്കി വെക്കാം. പിന്നെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഫോൺ വെക്കുന്നത്. പിന്നെ ഇങ്ങനെ കറക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിലിംഗ് കൂടെ തന്നിട്ടുണ്ട്. അത് ഞാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിലൊരു ബ്ലൂടൂത്ത് റിമോട്ട് ഉള്ളതിനാൽ തന്നെ അവർ കേബിൾ വയർ തന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് റിമോട്ട് ഇതാണ് ഗൈസ്. അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ നല്ല സേഫ് ആയിട്ട് ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. സാധനം നമുക്ക് ചാർജ് ചെയ്താലും പിന്നെയും ചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാം നമുക്ക്. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട, അയ്യോ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്നും തട്ടിയാൽ ഒന്നും മേലോട്ട് പൊന്തൂല കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ആവൂ. അപ്പൊ നമുക്ക് റിമോട്ട് കളഞ്ഞു പോകില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. പിന്നെ ഇതിന്റെ അടിഭാഗത്ത് ഒന്ന് നല്ലോണം പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആയി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചെറുതൊന്നും ആക്കിയൊന്നുമില്ല, ഇച്ചിരി ടൈറ്റ് കൊടുക്കണം കേട്ടോ ഗൈസ്. അത് ഇച്ചിരി ആരോഗ്യം വേണമെന്ന്. അപ്പൊ ഞാനിത് എങ്ങനെ രണ്ടു തൊട്ടൊക്കെ ട്രൈ ചെയ്തിട്ടാണ് തുറന്നു വന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അവര് സേഫ് ആക്കി വെച്ചേക്കുന്ന ഈ 4 ഹാൻഡിലും അലൂമിനിയം കൊണ്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാൻഡിന്റെ എഡ്ജൊക്കെ വരുന്നത് നല്ല സേഫ് ആണ്, സ്ലിപ്പ് ആവാത്ത വിധത്തിലാണുള്ളത്. ഇതിന്റെ ഹൈറ്റ് വരുന്നത് എന്നെക്കാളും ഉണ്ട് ഗൈസ്. അതായത് 71 ഇഞ്ചുള്ള സെൽഫി ട്രൈപോഡ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ. അപ്പൊ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് 4 ലെഗ് ആണുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതൊരു ആംഗിളിലും നമുക്കത് വെക്കാം. അതായത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഫ്ലോറിൽ എന്തെങ്കിലും എടുക്കാൻ തന്നെ ഒരു ആവശ്യമില്ലാണ്ട് നമുക്ക് മൂവ് ചെയ്ത് ഒരു 36 ഡിഗ്രി വരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ പിന്നെ ഈയുടെ ഒരു ഭാഗത്ത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അവിടെ ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവൂല. പിന്നെ ഇതൊരു സ്റ്റെബിലൈസിങ് ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക്, അതായത് മൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇതായിട്ട് പോകും. അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇതിന്റെ പൈപ്പ് തന്നെ നല്ല സ്ട്രോങ് ആണ്, അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളെല്ലാം താങ്ങും. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കിട്ടുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലോ. നമുക്ക് ഇപ്പോൾ ഈ റിംഗ് ലൈറ്റോടെ വരുമ്പോൾ നമുക്ക് സ്റ്റാൻഡൊക്കെ നമുക്ക് ബാഗിൽ കൊണ്ടുപോകാൻ നടക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമ്മൾ റിംഗ് ലൈറ്റ് വരുന്നത്. പിന്നെ ഇങ്ങനെ മടക്കി കഴിഞ്ഞതാ ഈ ഒരു അടിയായോ ഉള്ളൂ. നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് സേഫ് ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പം നമുക്ക് എല്ലാം കൊണ്ട് ലക്കല്ലേ ഗൈസ്. അപ്പം എല്ലാ സംഭവവും നമുക്ക് ഒറ്റ ട്രൈപോഡ് കിട്ടിയാൽ അത്ര സന്തോഷമല്ലേ. അപ്പൊ എനിക്കും അത് ഒരുപാട് സന്തോഷമായി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.